ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ടച്ചോറ് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, പച്ചമുളക്, പൊടി പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുത്തു വിടുമ്പോൾ പച്ചമുളക് ഇട്ടില്ലേലും കുഴപ്പമില്ല. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതിനുള്ള ക്വാണ്ടിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടാവുന്നതാണ്. എന്നിട്ടൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചോറ് വേവിച്ച് വെച്ചപ്പോൾ അതിനകത്ത് അല്പം ഉപ്പ് ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമാണ്, ഇപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വേറെ മസാലാസ് ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരി മാത്രമായിരിക്കും ഈ ചോറിനുള്ളത്. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ്. നമുക്ക് സാധാ ചോറ് വെക്കുന്ന അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വളരെ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് സ്വാദിഷ്ടമായ മുട്ടച്ചോറ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനകത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് കഴിക്കുന്നതിന് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്